ക്ഷേത്രത്തിലെ കുടിയേറ്റ ആഘോഷവും നടക്കുകയുണ്ട്. അതിനോട് മുന്നോടിയായിട്ടുള്ള സംഘാടക സമിതി രൂപീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ക്ഷേത്രത്തിലെ കുടിയേറ്റ മഹോത്സവം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞ് അതിന് ഏകദേശം നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 17 ലക്ഷം രൂപയെങ്കിലും നമ്മൾ മുമ്പിൽ കാണേണ്ടതായിരുന്നു. ഇപ്രാവശ്യം അത് കൂടുതലല്ലാതെ കുറയാനുള്ള സാധ്യതയില്ല. പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങളും അതുപോലെ തന്നെ കളിയാട്ടങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ സാമ്പത്തിക പരാധീനത എല്ലാ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്യും. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പൊതുവിനപ്പനെ സംബന്ധിച്ചിടത്തോളം ഒരു നോട്ടീസുമായി വീട്ടിലേക്ക് ചെല്ലേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഈ പ്രദേശത്തിൻ്റെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രദേശത്ത് ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് സഞ്ചരിച്ചുകൊണ്ട് ഈ നോട്ടീസ് എത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ യോഗത്തിൽ നമ്മുടെ സംഘാടക സമിതി യോഗത്തിൽ നല്ലൊരു കമ്മിറ്റിക്ക് രൂപം നൽകിക്കൊണ്ട് പ്രവർത്തകർ എല്ലാവരും ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാവരും കമ്മിറ്റി അംഗങ്ങളാണ്. അതിന് നേതൃത്വം നൽകാൻ വേണ്ടി കുറച്ചാളുകൾ നിയമിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രവർത്തനം വിപുലമാക്കണമെന്നാണ് ആദ്യം പറയാറ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പൈസ കുറച്ച് രൂപകൾ നമുക്ക് സ്വരൂപിക്കാൻ വേണ്ടി 4000 രൂപ 7 ചുറ്റുവിളക്കാരുണ്ട്. ഒരു ദിവസം രാവിലെ ചുറ്റുവിളക്കാരുണ്ട്. കാരണം നമ്മളെ പള്ളികളിൽ നിന്ന് രാവിലെ ഈ ചുറ്റുവിളക്ക് തീരുന്നത്. അങ്ങനെ 7 ദിവസം ചുറ്റുവിളക്ക്, അതുപോലെ വിഷ്ണു പൂജ, ശ്രീകോവിൽ നെയ്വിളക്ക്, ഈ രീതിയിൽ തന്നെ നമുക്ക് മോശമില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കാറുണ്ട്. എപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ കാണേണ്ടതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ നോക്കുമ്പോൾ ബ്രഹ്മോത്സവം നേരത്തെ ബുക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 4 ബ്രഹ്മോത്സവങ്ങളൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ അവരൊരു അഭിപ്രായം പറയുമെന്ന് വിചാരിക്കാം. അവിടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് കുറേയൊക്കെ നമുക്ക് തുകകൾ സ്വരൂപിക്കാൻ സാധിക്കുന്നത്. അതിപ്രാവശ്യം നമുക്ക് ക്ഷേത്രത്തിലാണ് സപ്താഹം നടന്നുകൊണ്ടിരുന്നത്. ഒരു കാലഘട്ടത്തിൽ തുളൂർ ക്ഷേത്രത്തിൽ ധാരാളം സപ്താഹങ്ങൾ നടന്നു. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സപ്താഹങ്ങൾ വളരെ കുറവാണ് ക്ഷേത്രങ്ങളിൽ. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു നാരായണീയ സപ്താഹം ഉത്സവം കഴിയുന്ന മാർച്ച് 3-ാം തീയതി ആരംഭിക്കും. നമ്മുടെ പ്രധാനപ്പെട്ട ആചാര്യൻ തോട്ടം ശ്യാമപൂജയാണ്. ജനറൽ കൺവീനർ, ട്രഷറർ, ഇതിനോട് കമ്മിറ്റി, അടിയന്തര കമ്മിറ്റി, സാമ്പത്തികം, ഭക്ഷണം, പബ്ലിസിറ്റി, ലൈസൻസ് ഓൺ ഡെക്കറേഷൻ, വനിതാ കമ്മിറ്റി, അതായത് പ്രസാദ വിതരണം, പിന്നെ കൗണ്ടർ റേറ്റ്, കലാസാംസ്കാരികം, പിന്നെ സപ്താഹം, ഇത്രയും 10ഓളം കമ്മിറ്റികൾ രൂപീകരിക്കാനുണ്ട്. അതിന് ചെയർമാൻ, വൈസ് ചെയർമാൻ, കൺവീനറാണ് ഇതുവരെ തിരഞ്ഞെടുക്കുന്നത്. സെക്രട്ടറി അതുപോലെ തന്നെ ട്രഷറർ ആയിരിക്കുന്ന ആളുകൾ ഉണ്ടാവാറ്. പിന്നീട് നമ്മുടെ ഓരോ കമ്മിറ്റി, സബ് കമ്മിറ്റിയുടെ കൺവീനർമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആക്കാനായിരിക്കും. ഇപ്പം ഭക്ഷണ കമ്മിറ്റി ആണെങ്കിൽ അതിൻ്റെ കൺവീനർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആക്കാനായിരിക്കും. ചെയർമാൻ നമുക്ക് പുറത്താണ്. അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ ഇത് നമ്മൾ അതിലേക്ക് വേണ്ട ആൾക്കാരെ ചെയർമാൻ ജനറൽ കമ്മിറ്റിയൊക്കെ വിളിച്ച് ആലോചിച്ച് ഇത് വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ അതിലേക്ക് ഇതെല്ലാം ഓരോ കമ്മിറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ചെയർമാനിപ്പോൾ നമ്മുടെ ഈ ഒരു മീറ്റിംഗ് വിളിച്ച് അതിന് നിങ്ങൾ ചെയർമാനാണ് നീ ചെയർമാനാണ് നമുക്ക് ആരും ചെയ്യാറുണ്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ നമ്മൾ പോയി ചെയർമാനെ കാണേണ്ടതായ പരിസ്ഥിതിയുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരാളും ക്ഷേത്രവുമായി അടുത്ത കൂടുതൽ ബന്ധം കൊടുക്കുന്ന ഒരാളും അങ്ങനെ നമ്മൾ ആലോചിച്ച സമയത്ത് ഇപ്രാവശ്യം ചെയർമാനായി നമ്മൾ നിൽക്കുന്നത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പയ്യന്നൂർ അമ്പലത്തിലെ രാജവംശത്തിലെ നമ്മുടെ പുതിയ ഗോപാലൻ എഞ്ചിനീയറെയാണ്. അയാളെ പോയി കണ്ടിരുന്നു. അയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ താല്പര്യമായിട്ടില്ല. ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് തിരക്കിലാണ്. ഞാൻ എന്തായാലും ഭഗവാൻ ഈശ്വര അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറുമാനം നിൽക്കാറുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് സമ്മതമുണ്ടെങ്കിൽ പുതിയ ഗോപാലൻ എഞ്ചിനീയറെ റിട്ടയർഡ് PWD എഞ്ചിനീയറാണ്. അദ്ദേഹത്തെ നമുക്ക് ചെയർമാനായി നിയമിക്കാം. അല്ലെങ്കിൽ തിരഞ്ഞെടുക്കും.
അദ്ദേഹത്തിൻ്റെ തറവാടിന് തെയ്യ സമാധിക്ക് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം അയക്കാം. കാരണം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി പരിചയമുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ ആഴ്ച ഒരു ദിവസത്തിൽ ക്ഷേത്രത്തിൽ എത്തിപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിച്ചത്, വരാൻ തയ്യാറാവുകയും ചെയ്തത്. അതുകൊണ്ട് ഇന്നത്തെ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ചേർമാനായി കഴിയും. കൺവീനറായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് നാരായണനെയാണ്. നമ്മളെ വൈസ് ചെയർമാൻ നാരായണനാണ് എൻ്റെ കൺവീനർ. അതുപോലെ തന്നെ ചെയർമാനായി നമുക്ക് ആവശ്യമുണ്ട്. 2 ചെയർമാന്മാർ വേണം സാമ്പത്തിക കമ്മിറ്റിയിൽ. ഒരു ചെയർമാൻ നമുക്ക് നിർദ്ദേശിക്കാം. ക്ഷേത്രവുമായി ഈ സാമ്പത്തികം സമാഹരിക്കുന്നതല്ലേ ഒരു വലിയ നമുക്ക് ആഗ്രഹം. വൈസ് ചെയർമാൻ നിങ്ങളെന്ന് ഒരാൾ നിർദ്ദേശിച്ചാൽ ഒരു വനിത വൈസ് ചെയർമാൻ പത്മനാഭൻ സ്റ്റുഡിയോ ടി വി കൺവീനർ രാജീവ് കൺവീനർ രാജീവൻ പി ജോയിന്റ് കൺവീനർ സുരേഷ് കുടമാണ് ട്രഷറർ അശോകൻ പി വി പിന്നെ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ സതീശൻ എസ് വൈസ് ചെയർമാൻ ബോബി സുപ്രിയ കൺവീനർ നാരായണൻ പച്ചെടുത്ത് ജോയിന്റ് കൺവീനർ തെരഞ്ഞെടുത്തത് ഭക്ഷണം ചെയർമാൻ ജനാർദ്ദൻ പി കെ വൈസ് ചെയർമാൻ സന്തോഷ് കുമാർ കെ ടി രവീന്ദ്രൻ കൺവീനർ ബാലകൃഷ്ണൻ പിലാട്ട ജോയിന്റ് കൺവീനർ അനീഷ് കെ പബ്ലിസിറ്റി ചെയർമാൻ മുരളീധരൻ കെ വൈസ് ചെയർമാൻ അനൂപ് കെ കൺവീനർ രാധാകൃഷ്ണൻ കെ വി ലൈറ്റ് ആൻഡ് സൗണ്ട് ആൻഡ് ഡെക്കറേഷൻ രജീഷ് പി വി ചെയർമാൻ വൈസ് ചെയർമാൻ സുധീഷ് കൺവീനർ സുകുമാരൻ പിലാട്ട പ്രസാദകരണം ചെയർമാൻ വീര ബാലകൃഷ്ണൻ കൺവീനർ തെരഞ്ഞെടുത്തു കലാ സാംസ്കാരിക ചെയർമാൻ ഹരിപ്രസാദ് കെ വൈസ് ചെയർമാൻ സുഗീർ കൺവീനർ സതീശൻ കെ ഇങ്ങനെ 9 8ഓളം കമ്മിറ്റിയിലെ ചെയർമാൻമാരെ എടുത്തു. ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഭാഗമായില്ല. ബാക്കിയുള്ളവർ കൂടി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ ഇന്ന് രൂപപ്പെട്ട ടൂറിസം ഭാഗത്തും ചേർക്കാൻ എന്തായാലും ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു മുടക്കവും കൂടാതെ നമുക്ക് ഓരോ പരിപാടിയും ഉത്തരവാദിത്ത ഭംഗിയായി നിർവഹിക്കാനും നടത്തിക്കൊണ്ടുപോകാനും ഉള്ള ഊർജവും ധൈര്യവും നമുക്ക് അപ്പപ്പോൾ കൂടുതൽ പ്രധാനം ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ആശയം അല്ലെങ്കിൽ കൂടുതൽ പ്രയാസമോ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മൾ എടുത്ത് ഏത് വീട്ടിലെന്നാലും ഇല്ല എന്ന വാക്ക് കഴിഞ്ഞ ഒരുപാട് വർഷത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ധൈര്യമായി പറയാൻ കഴിയും. നമുക്ക് കിട്ടുന്നതിന് ചിലപ്പോൾ ചുറ്റുവട്ടമുള്ള കളിയാട്ടങ്ങളും പെരുങ്കളിയാട്ടങ്ങളും ഒക്കെ ചില ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയാണ്. എങ്കിലും സഹായിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷെ ഈ വർഷത്തെ ഒരു പ്രയാസം നമ്മുടെ തൊഴിലൂർ നിവാദികളുടെ ഈ ഉത്സവ കാലമാകുമ്പോഴേക്കും ഇപ്പോൾ അവരുടെ ശാരീരികാത്മാനവും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികം സമാഹരിക്കുന്നതിനുള്ള ശ്രമവും ഒക്കെ വളരെ സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. കൂടുതൽ ഉത്സവാഘോഷം ഇപ്രാവശ്യത്തെ 2025 ഉത്സവാഘോഷം വളരെ ഗംഭീരമായി നടത്താൻ നമുക്ക് എല്ലാവിധ ശക്തിയും പ്രധാനം ചെയ്യട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ പുതിയ സംഘാടന സമിതി ഇന്നു മുതൽ ഉത്സവം തുടങ്ങുന്നത് വരെയുള്ള കാലയളവിൽ എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും ഇത് വിജയിക്കുന്നതിന് വേണ്ടി ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഞാൻ ചുമതലപ്പെടുത്തുകയാണ്.
പിന്നെ നമുക്ക് വേണ്ടത് ഈ 2000 കിട്ടുന്നത് ക്ഷേത്ര ഉത്സവ സമയത്തുള്ള വഴിപാടുകൾ പ്രതീക്ഷിക്കുന്നത് 3,50,000 രൂപയാണ് ക്ഷേത്ര കൗണ്ടർ വഴിയുള്ള വഴിപാടുകൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ക്ഷേത്ര ഭണ്ഡാരങ്ങളിൽ 1,20,000. ബാക്കിയുള്ള വരവുകളെല്ലാം നമ്മൾ ഈ കിഴിവ് ഓരോ ടീമായിട്ട് പോയി കിട്ടേണ്ടതാണ്. അതിൽ നമ്മൾ നിറമാല പ്രതീക്ഷിക്കുന്ന ഒരു 200 എണ്ണം 4 ലക്ഷം രൂപ. വിഷ്ണു പൂജ 100 വിഷ്ണു പൂജ പ്രതീക്ഷിക്കുന്നത് 7.5 ലക്ഷം. ബ്രഹ്മോത്സവം 6 എണ്ണം 60,000. സഹസ്ര ദീപാലങ്കാരം 30,000. കളവച്ചാർത്ത് 20,000. നെയ്യുടക്ക് വേണ്ടി 25,000. അന്നദാന സംഭാവന 10 ലക്ഷം. ദേവി പൂജ ശിവരാത്രി മറ്റു വഴിപാടുകൾ ഒരു 20,000. അങ്ങനെ ആകെ 21 ലക്ഷം രൂപ വരവ് പ്രതീക്ഷിച്ചു.